വെൽക്കം ബാക്ക് ടു പ്രവീസ് മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ്. അതിൻ്റെ പേരാണ് ചില്ലി ചന. പേര് കേട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നമുക്കുള്ള വൈക്കടലയില്ലേ അതുകൊണ്ട് ചെയ്യുന്ന ഒരു കിടില ഐറ്റമാണ്. ഇപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനും പറ്റും. നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നതിൻ്റെ അതേ കടല കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഐറ്റമാണ് ചില്ലി ചന. അതെ, എല്ലാവരും നോക്കിയേ കണ്ടോ, നമ്മുടെ കടലയൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ഇപ്പം വെളിയിൽ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും, അകത്ത് നമ്മുടെ കടലയുടെ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടും. അങ്ങനെയുള്ളൊരു ഐറ്റമാണ്. ഓക്കെ, അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് ചില്ലി ചന ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ 2 കപ്പ് കടല, നമ്മുടെ ചെറിയ സാധാ കടല ഉണ്ടല്ലോ, വെള്ളക്കടല, അത് നല്ലപോലെ ശകല മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ക്യൂബായിട്ട് കട്ട് ചെയ്തത്. കുറച്ച് ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലിയാണ്, അപ്പം അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു 3-4 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ വേണം. പിന്നെ നമുക്ക് കുറച്ച് സോസും കൂടെയാണ് വേണ്ടത്. അപ്പോൾ സോസ് അപ്പം ചേർക്കുമ്പോൾ ഞാൻ എത്ര അളവെന്ന് പറയാം. ഇനി നമുക്ക് കടല ഫസ്റ്റ് ഒന്ന് നമുക്ക് കോൺഫ്ലവർ കോട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ കടല ഫസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട്, ഇനി നമുക്ക് ആദ്യം ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ഇതിൽ ചേർക്കാം. നല്ലപോലെ കടല തണുത്തതിന് ശേഷം മാത്രമേ കോൺഫ്ലവർ ഇടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പം നല്ലപോലെ അത് കോട്ടായി വരും. ഇത് ഡബിൾ കോട്ട് ചെയ്താണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ആദ്യം നമ്മൾ ഫുൾ ഒരു കോട്ട് ചെയ്തിട്ടുണ്ട്, ഫുൾ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഈ കടല ഇങ്ങനെ മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കൈ കൊണ്ട് ശകലം വെള്ളം ഇതിലേക്ക് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. അപ്പോൾ ഡബിൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി, സ്പൂൺ ഇട്ട് ഇളക്കണ്ട. നല്ലപോലെ വെന്ത കടല ആയതുകൊണ്ട് അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ 3 സ്പൂണല്ലേ ഇട്ടത്, 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി. 1.5 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ കോൺഫ്ലവർ ഇട്ടാൽ മതി. ഇനി ഇതുപോലെ ഒന്ന് നല്ലപോലെ ഡബിൾ കോട്ട് ചെയ്തെടുക്കണം, തട്ടി. നമ്മുടെ കടലയെല്ലാം നല്ല ഫുൾ കോട്ടായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ കടല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല തിളച്ചിട്ടുണ്ട്. അപ്പം അതിലേക്കാണ് നമ്മളിപ്പോൾ ഇടാൻ പോണത്. ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ ഇടുന്നത്. ഒരെണ്ണം നമുക്ക് ആദ്യം ഇട്ട് നോക്കാം. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നല്ല തീയിൽ വെച്ച് തന്നെ നമുക്കിതിലേക്ക് ഇതിട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് ഇടുകയാണ്. കടല ഒരുവിധം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങ് ഒരുപാട് ഡ്രൈ ആവണ്ട, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ഫ്രൈ ചെയ്തെടുക്കുകയും വേണം. അപ്പം നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പം അതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഫസ്റ്റ് കോരി മാറ്റുകയാണ്. ഞാനിപ്പം പാൻ വെച്ചിട്ട് ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. കുറച്ച്, അതായത് 1 സ്പൂണോളം ഉണ്ട് വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിലേക്ക് നമ്മൾ ഒരു സവാള ഉണ്ട്, ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്. ഇനി ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ വലുതായിട്ടാണ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടുന്നത്. ഇത് അധികം അങ്ങ് മൂത്തൊന്നും പോവേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇതേ കണക്കൊന്ന് വാടി വന്നാൽ മതി. അപ്പം അതിലേക്ക് നമുക്ക് നമ്മുടെ ഒരു ക്യാപ്സിക്കവും ഞാൻ വലുതായിട്ടാണ് കട്ട് ചെയ്ത്, ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പം ആ ക്യാപ്സിക്കവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം അധികം വേവേണ്ട കാര്യമില്ല. 1 ടീസ്പൂൺ ഞാൻ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ചില്ലി സോസ് നമ്മുടെ എരിക്കനുസരിച്ച് ഒഴിക്കാം. ഞാനിപ്പം ഇവിടെ 2.5 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ടൊമാറ്റോ സോസാണ് വേണ്ടത്.
അത് ഓരോരുത്തർക്കുള്ള ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഒരുവിധം ഇതൊന്ന് നല്ല പോലെ ഇതിൻ്റെ ഒരു പച്ച മണത്തിൻ്റെ ഒരു കുത്തൊക്കെ ഉണ്ടല്ലോ സോസിൻ്റെ, അതൊന്ന് മാറി കഴിയുമ്പം നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 സ്പൂൺ കോൺഫ്ലവറിൽ 3 സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ആവശ്യാനുസരണം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എത്രത്തോളം നമുക്ക് ലൂസായിട്ട് വേണം അഥവാ ഡ്രൈ ആയിട്ട് വേണമെന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം വെള്ളം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി ഇപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ കടല നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കടല ഫുൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കറക്റ്റ് ആണോ നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചില്ലി ചന റെഡിയാവും. നമ്മുടെ ചില്ലി ചന റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്പ്രിംഗ് ഓണിയനാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശകലം മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സെസമി സീഡ്, അതായത് നമ്മുടെ വെളുത്ത എള്ളാണ്. അപ്പം അതും ശകലം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് നമ്മുടെ ചില്ലി ചനയൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.